പൊന്നൂൻ്റെ സ്കൂളിലത്തെ ടൂറാണ്. പക്ഷെ പൊന്നിന് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം എന്നും സ്കൂൾ ബസ്സിൽ വന്ന് ക്ലാസ്സിൽ കയറിയിരിക്കണ ആ പതിവുകളൊക്കെ തെറ്റിയുണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തിരക്ക് കൂട്ടും. അത് കാരണം ഞാനിവിടെ മരത്തിൻ്റെ മുന്നിൽ വിളിച്ചിരിക്കുകയാണ്. കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇതുപോലെ. ആ പതിവുകൾ തെറ്റുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവണ പിള്ളേർ. ഞാനിവിടെ ഈ മരത്തിൻ്റെ പിന്നിലിരിക്കുമ്പോഴേ ഒരു സ്പെഷ്യൽ എട്ടുകാലിനെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. എന്താണ് എങ്ങടെ പോണു? കാറൊക്കെ കൊണ്ടുപോയി ഞാൻ. ടൂറ് പോവല്ലേ നമ്മള്? എങ്ങനെ പോവാ? ഇനി ബസ്സിൽ പോവും. വായു Bueno, bye. Bye. Hello. പൊന്നു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ബസ്സിലും ട്രെയിനിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പിന്നെ ആളങ്ങനെ ഓക്കെ ആയി. എനിക്ക് വളരെ മോശം എന്ന് പറയപ്പെടുന്നൊരു സ്വഭാവമുണ്ട്. എന്താണെന്ന് അറിയൂ, നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ റോഡിൽ എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഞാനത് എടുക്കും, എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവരും. ലിപിക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇന്ന് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമില്ലേ. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പറക്കി കൊണ്ടുവന്നിട്ടുള്ള ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കല്ലാട്ടോ. ഇത് കണ്ട ഇവിടെ ഇങ്ങനെ തിളങ്ങണുണ്ട. ഇത് പിന്നെ മരത്തിൻ്റെ പീസുകൾ, ഇതിൻ്റെ പൊത്തുകൾ കണ്ട അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അങ്ങനെയുള്ള പല പല മരത്തിൻ്റെ കഷ്ണങ്ങൾ. ഇതിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചർ കണ്ട. ഇതാണ് അതിൽ ഏറ്റവും വലുതിട്ട. ഇങ്ങനെയുണ്ട്. ഫിഷ് ടാങ്കിലൊക്കെ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇത് ഇടാനുള്ള ഫിഷ് ടാങ്ക് ഒന്നുമില്ല. പിന്നെ എന്തിനെടുത്ത് വിടുന്നതെന്ന് വെച്ചാൽ രസം. ഞാനും വീട്ടില് എന്തൊക്കെ ഉണ്ടായി പോയിട്ട്